ചോദിച്ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മുടെ കേരളത്തിൽ വീണ്ടും ഭീകരവാദം തലപൊക്കുകയാണോ? അത് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം കഴിഞ്ഞ ദിവസം കരിപ്പൂരിലേക്ക് നടന്നൊരു മാർച്ചാണ്. കരിപ്പൂർ വിമാനത്താവളത്തേക്ക് സോളിഡാരിറ്റിയുടെ മാർച്ചായിരുന്നു. വഖഫ് നിയമ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ ഒരു മാർച്ചായിരുന്നു. അത് കരിപ്പൂരിൽ മാത്രമല്ല, എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തും അത്തരത്തിലൊരു മാർച്ച് നടന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു മാർച്ച് അവിടെ നടക്കുന്നുണ്ട്. നമുക്കറിയാം, നേരത്തെ നമ്മുടെ ഈ പോപ്പുലർ ഫ്രണ്ട് ഒക്കെ വളരെ സജീവമായി നിന്ന കാലത്ത് എനിക്ക് പെട്ടെന്ന് എന്റെ ഓർമ്മയിൽ വരുന്നത് ഈ ഭീകരവാദം എന്ന് പറയുമ്പോൾ മാധ്യമപ്രവർത്തകർ പോലും അത് കൃത്യമായിട്ടുള്ള രീതിയിൽ അഡ്രസ്സ് ചെയ്തിരുന്നില്ല. ഈ അഖില ഹാദിയയുടെ കേസിൽ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു വിധി കോടതി പുറപ്പെടുവിച്ചപ്പോൾ നമ്മുടെ ഹൈക്കോടതിക്ക് നേരെ ഒരു മാർച്ച് നടത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. PFI ഹൈക്കോടതിക്ക് നേരെ അന്ന് കേരള പോലീസ് പോലും വരണ്ടുപോയി. കേരള പോലീസിന്റെ ജലപീരങ്കിക്ക് മുകളിൽ കയറി നിന്നുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടുകാരൻ ഹൈക്കോടതിയുടെ ഫ്രണ്ടിൽ നിന്ന് ഇവരുടെ കൊടി വീശുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് വളരെ വലിയ ചർച്ചയൊന്നും ആയിട്ടില്ല. ചർച്ച ചെയ്യാനും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് സൗകര്യമില്ലായിരുന്നു. അപ്പൊ സമാനമായ രീതിയിൽ ഇവർ ഈ തെരുവിലേക്ക് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. പക്ഷേ അക്രമ സംഭവങ്ങളിൽ ഏർപ്പെടരുത് എന്ന് ഇവരോട് കൃത്യമായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പല ഭാഗങ്ങളിൽ നിന്നും. അതിനോട് തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു സംഭവമാണ് ഈ തഹാവൂർ റാണ. അയാൾ കൊച്ചിയിൽ വന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട്. കൊച്ചിയിൽ അയാൾ മറൈൻ ഡ്രൈവിലാണ് വന്നിരിക്കുന്നത്. മറൈൻ ഡ്രൈവിൽ അയാൾ വന്നിട്ടുണ്ട്. അവിടെ അയാൾ ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പൊ നിലവിൽ കേരളത്തിൽ ഈ കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഭീകരവാദം കേന്ദ്ര സർക്കാരിനെ ഭയന്ന് ഒളിച്ചിരിക്കുകയാണോ? ഭീകരവാദം വീണ്ടും തലപൊക്കാനുള്ള സാധ്യതയുണ്ടോ? തലപൊക്കുകയാണോ? എന്താ തോന്നുന്നു? ഇത് വളരെ വലിയ ഒരു വിഷയം തന്നെയാണ്. വളരെ ശ്രദ്ധേയമായ ഒരു ചോദ്യവുമാണ്. കാരണം പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടപ്പോൾ തന്നെ ഭീകരവാദം തീർന്നു എന്ന് ആരും ഈ നാട്ടിലെ ഒരു കൊച്ചു കുഞ്ഞും കരുതുന്നില്ല. കാരണം എവരും കരുതുന്ന അത് മറ്റൊരു പേരിൽ പുറത്തു വരുമെന്നാണ്. ഈ ഭീകര സംഘടനയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. അവർക്ക് അധികം നാള് ഈ മുഖം മൂടിയിട്ട് മുമ്പോട്ട് പോകാൻ കഴിയും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കരിപ്പൂരിലേക്ക് പ്രകടനം നടത്തിയ ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന സംഘടനയായ സോളിഡാരിറ്റിയാണ്. അവർ സാധാരണ ഈ തീവ്രമായ രീതിയിലുള്ള പരിപാടികളൊന്നും നടത്താതാണ് ഇന്ത്യയിലെ പ്രവർത്തനം അവർ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ പൊടുന്നനെയാണ് അവരവരുടെ യഥാർത്ഥ മുഖവുമായിട്ട് രംഗത്ത് വന്നത്. കാരണം അതിന് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഈ വഖഫ് ഭേദഗതി ബില്ലിനെതിരെയാണ് സമരം. ഈ വഖഫ് ഭേദഗതി ബില്ലുമായിട്ട് ഹമാസിന്റെ നേതാക്കൾക്ക് എന്താണ് പങ്കെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അതില് യഹിയ സിൻവാറിന്റെ പടങ്ങളാണ് അതിൽ ഉയർത്തിയിരുന്നത്, പക്കാടുകൾ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡിന്റെ നേതാവും ലോകത്തെ ആകമാനം ഉള്ള ഈ ഭീകര സംഘടനകൾ IS ആയാലും അൽ ഖ്വയ്ദയുടെ ആയാലും ഒക്കെ മുഖ്യ കേന്ദ്രങ്ങളുമായ ബന്ന, ഈ ബന്നയുടെ ചിത്രം, ബന്ന കൊല്ലപ്പെട്ടിരുന്നു ഈജിപ്തിൽ വെച്ച്. ഈ ആ വ്യക്തിയുടെ ചിത്രവും ഇതിനകത്ത് ഉയർത്തപ്പെടുകയുണ്ടായി. വ്യാപകമായി തന്നെ ഹമാസിന്റെ നേതാക്കളുടെ ചിത്രങ്ങളുമുണ്ട്. ഇവർക്കൊക്കെ എന്താണ് ഇന്ത്യയിലെ വഖഫ് ബോർഡുമായിട്ട് ബന്ധമെന്ന് അറിയില്ല. ഏതായാലും ഈ ബന്നയുടെ ആശയങ്ങളാണ് ജമാഅത്ത് ഇസ്ലാമി എത്രയോ നാളുകളായിട്ട് ഒളിഞ്ഞും തെളിഞ്ഞും ഇന്ത്യയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാകുന്ന ഒരു കാര്യം, പോപ്പുലർ ഫ്രണ്ട് പോയ സ്പേസിലേക്ക് പതുക്കെ പതുക്കെ ജമാഅത്ത് ഇസ്ലാമി കടന്നു വരുന്നു. കാരണം ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷം ജമാഅത്ത് ഇസ്ലാമിയിലേക്ക് അനവധി പോപ്പുലർ ഫ്രണ്ടിന്റെ അനുഭാവികളും പ്രവർത്തകരും ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയുണ്ട്. അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് അവരുടെ മാധ്യമ സംവിധാനങ്ങൾ, ചാനലായാലും പത്രമായാലും ഒക്കെ നിരന്തരം അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തുവിടുന്നത്. ജമാഅത്ത് ഇസ്ലാമിക്ക് അത് കാണാനല്ല, അതിതീവ്രമായ രീതിയിലുള്ള വർഗീയ ചൊവ്വയോടുള്ള അല്ലെങ്കിൽ രാജ്യത്തെ വിഘടിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളും കണ്ടന്റുകളും മാത്രം പടച്ചുവിടുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ ഒരു വലിയ പ്രചാരണം ഏറ്റെടുക്കുമ്പോൾ, അത് ആരെ സുഖിപ്പിക്കാനാണ് എന്നൊരു ചോദ്യം ഉയരുമ്പോൾ അത് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ വലിയൊരു പിന്തുണ അല്ലെങ്കിൽ SDP-യുടെ വലിയൊരു പിന്തുണ ലഭിക്കുന്നു എന്നതുകൊണ്ട് മാത്രമാണ്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത്, ജമാഅത്ത് ഇസ്ലാമിയെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു, അവര് നടത്തുന്നത് ഈ രാജ്യത്തെ വലിയ കുത്തിത്തിരിപ്പിലേക്കാണ് എന്ന് പറഞ്ഞു. നമ്മുടെ രാജ്യം അത് നേരത്തെ തിരിച്ചറിഞ്ഞതാണ്. ജമ്മു കാശ്മീരിലെ ജമാഅത്ത് ഇസ്ലാമി ജമ്മു കാശ്മീർ കാശ്മീർ ഭാഗം ഇതിനെ നമ്മൾ നിരോധിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവരുടെ സ്വത്തുക്കളൊക്കെ നമ്മൾ പിടിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഈ അടുത്ത് ബംഗ്ലാദേശിൽ ഭരണത്തിൽ ഏറിയിരിക്കുന്നതും അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശ്, ഇവരുടെയൊക്കെ ആശയം ഒന്ന് തന്നെയാണ്, മൗദൂദിയാണ്. മൗദൂദിയിൽ മാറി ഇപ്പൊ ഈ ബന്നയുടെ ആശയങ്ങളുടെ ഒരു പ്രചാരകരാണ് ഇവർ മാറിയിരിക്കുന്നത്. ഇവിടെ എല്ലാം ആശയം. അതുകൊണ്ടാണ് ഇവർ പറയുന്നത്, ഈ ഇവരുടെ മാധ്യമ സ്ഥാപനങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ ഇവരുടെ പത്രങ്ങൾ എപ്പോഴും പറയില്ലേ, ഈജിപ്തിലെ വിപ്ലവം ജയിച്ചപ്പോ ഇവർ പറഞ്ഞ മുല്ലപ്പൂ വിപ്ലവം ജയിച്ചു, അഫ്ഗാനിസ്ഥാനിൽ വന്നപ്പോൾ ഇവര് വിസ്മയം എന്നാണ് അതിന് തലക്കെട്ടുന്നത്. ഇവിടെ ബംഗ്ലാദേശിലേക്ക് വന്നപ്പോൾ ഇവരുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ അതിതീവ്രമായ രീതിയിലേക്കല്ല കാര്യങ്ങൾ പറയുന്നത്, മധുരം പുരട്ടി പറയുക എന്ന് പറയും. അതായത് വളരെ സാഹിത്യത്തിലൊക്കെ പറയുക. ഒരു ഭീകരൻ കൊല്ലപ്പെടുമ്പോൾ എനിക്ക് തോന്നുന്നു ജമ്മു കാശ്മീരില് ഒരു 10-21 വയസ്സുള്ള ഒരു ഭീകര മരിച്ചിരുന്നു, ജമ്മു കാശ്മീർ സ്വദേശിയായ. പേര് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല. അത് വലിയ ജനാബലിയാണ് തടിച്ചുകൂടിയത് കവറടക്കത്തില്ല. അന്ന് ഇവര് പ്രചരിപ്പിച്ച കാര്യം എന്ന് വെച്ചാൽ, പൂവിനെയും പൂമ്പാറ്റകളെയും സ്നേഹിച്ച പാപം
മറന്നുപോയി ഞാൻ ആ ഭീകരന്റെ പേര്, കൊല്ലപ്പെട്ട ഇതാണ് എന്ന് പറഞ്ഞു. അപ്പം ഈ രീതിയിലാണ് ഇവിടെ ഒരു പ്രചരണം പോകുന്നത്. പക്ഷെ ഇപ്പോൾ അവർക്ക് മറനീക്കി പുറത്തു വരേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നു. അവിടെ ഉയർത്തിയത് ഇത് അള്ളാഹുടെ സ്വത്താണ്, മോദിക്ക് എന്താണ് പാട്ടത്തിന് കൊടുത്ത ഇതല്ല വഖഫ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതിതീവ്രമായ രീതിയിലുള്ള മുദ്രാവാക്യങ്ങളും മറ്റും മുഴക്കിക്കൊണ്ടായിരുന്നു ഇവര് ഈ രംഗത്ത് എത്തിയിരുന്നത്. നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ വഖഫ് ഭേദഗതി ബില്ല് വരുന്നതിന് മുമ്പ് കൊല്ലത്തും മലപ്പുറത്തും കോഴിക്കോടും ഒക്കെ SDPIക്കാർ പടുകൂറ്റം പ്രകടനം നടത്തി. കൊല്ലത്ത് നടത്തിയ പ്രകടനം ആയിരങ്ങൾ പങ്കെടുത്ത വലിയ പ്രകടനമായിരുന്നു. അന്ന് SDPIക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ വഖഫ് ഭേദഗതി ബില്ല് പാസ്സായാൽ ഞങ്ങൾ ഈ രാജ്യത്ത് തന്നെ വൻ പ്രക്ഷോഭം നടത്തുമെന്ന് പറഞ്ഞ SDPIക്കാര് ആ വഖഫ് ഭേദഗതി ബില്ല് പാസ്സായതിനു ശേഷം ഒരു ചെറിയ പ്രകടനം പോലും അതിനെതിരെ നടത്തിയതായി നമ്മൾ കണ്ടില്ല. പകരം ആ സമരം ഏറ്റെടുത്തത് ജമാഅത്ത് ഇസ്ലാമിയും അവരുടെ യുവജന വിഭാഗമായ സോളിഡാരിറ്റിയാണ്. ഇവിടെയാണ് നമ്മൾ ഇതൊക്കെ തമ്മിലുള്ള കണക്ഷൻസും ഇതൊക്കെ മറന്നീക്കി പുറത്തു വരുന്ന കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം. നമുക്കറിയാം ഇത്തരം സംഘടനകൾ എസ്റ്റാബ്ലിഷ് ആകുന്ന ഒരു സമയം വരും. മുമ്പ് സിമി ഇവിടെ പ്രവർത്തനം തുടങ്ങി, വളരെ സൈലന്റ് ആയിട്ടായിരുന്നു മുൻപോട്ട് പോയിരുന്നത് സിമിയുടെ പ്രവർത്തനം. പിന്നീട് അവരുടെ ഒരു പോസ്റ്ററാണ് അവരെ കൂടുതൽ ശ്രദ്ധയിലേക്ക് എത്തിച്ചത്. അതായത് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്നായിരുന്നു ആ പോസ്റ്റർ ഉണ്ടായിരുന്നത്. ആ ഒരു പോസ്റ്റർ വരികയും പിന്നീട് പാനായിക്കുളം കേസുകൾ വരികയും അങ്ങനെ അവർ പിന്നീട് ആ സംഘടന നിരോധിക്കപ്പെടുകയും ചെയ്തിരുന്നു. പിന്നീട് ആ നിരോധിക്കപ്പെട്ട സംഘടനയിൽ നിന്ന് പോയവരാണ് ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിന് രൂപം നൽകുകയും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ പേരുകളിൽ വിവിധ സംഘടനകളായിട്ടാണ് പോപ്പുലർ ഫ്രണ്ട് ആദ്യം രൂപം കൊള്ളുന്നത്. പിന്നീടാണ് പോപ്പുലർ ഫ്രണ്ട് ഒന്നിച്ച് ഒറ്റ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നത്, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു വരുന്നത്. അപ്പം അത് ഒരു കാര്യം. അത് നിരോധിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോൾ ഇതുവരെ നിർജീവമായിരുന്ന അല്ലെങ്കിൽ ശക്തമായ സാന്നിധ്യം അറിയിക്കാതിരുന്ന നമ്മുടെ സോളിഡാരിറ്റി പോലെ, ഈ സോളിഡാരിറ്റി 2023 മലപ്പുറത്ത് ഒരു പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടത്തി. ആ സമ്മേളനത്തിൽ ഓൺലൈനായിട്ട് പങ്കെടുത്തത് നമ്മുടെ ഈ അടുത്ത് കൊല്ലപ്പെട്ട ഹമാസിന്റെ ഒരു ഭീകരനായിരുന്നു. അതും പേര് മാർഷൽ അങ്ങനെ എങ്ങാണ്ടാണ് പേര്, മിഷേൽ എന്നാണ് പേരെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ വ്യക്തി നേരിട്ട് പങ്കെടുത്തിരുന്നു. അത് വലിയ വിവാദമായി, 2023 സംഭവമാണ്. അപ്പം ഇത് നിരോധനത്തിന് ശേഷം സജീവമായി തന്നെ ജമാഅത്ത് ഇസ്ലാമി ഡയറക്റ്റ് ആയിട്ട് ഈ കാര്യങ്ങൾ ഏറ്റെടുക്കുകയും അവർ മുൻപോട്ട് പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അപ്പം വളരെ സജീവമായി തന്നെ കേരളത്തിൽ ഇപ്പോഴും പിരിവുകൾ നടക്കുന്നുണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ പേര്. പല പേരിലാണെന്നേ ഉള്ളൂ പിരിവ് നടക്കുന്നത്, പോപ്പുലർ ഫണ്ട് എന്ന പേരിലല്ല. ചാരിറ്റിയുടെ മറവിൽ, അതുപോലെ തന്നെ റംദാൻ ഫണ്ട്, അങ്ങനെയൊക്കെയുള്ള പിരിവുകൾ നടക്കുന്നുണ്ട്. ഇപ്പൊ പഴയതുപോലെ ഗൾഫിൽ നിന്ന് ഒരുപാട് പേര് പണം അയച്ചു കൊടുക്കാൻ തയ്യാറാകുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നിന്നൊക്കെ പല രൂപത്തിൽ ഇവർക്ക് ചെറുതും വലുതുമായ അനവധി ഫണ്ടുകളൊക്കെ പല രൂപത്തിൽ കിട്ടുന്നുണ്ട്. അതായത് ഒരു അക്കൗണ്ടിലേക്കല്ല ഈ ഫണ്ടുകൾ പോകുന്നത്, പല പല അക്കൗണ്ടിലേക്ക്. അതായത് ഒരാൾ 10 പേരുടെ നിന്നും പണം സ്വീകരിക്കുന്ന രീതിയിലേക്കാണ് ഫണ്ടുകൾ പോകുന്നത്. പിന്നീട് ഇവ ഒന്നിച്ച് എത്തിക്കുക എന്നുള്ള രീതിയാണ് ഒന്ന്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അനവധി രീതികളുണ്ട്. ഏതായാലും കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് തന്നെ ദേശീയ അന്വേഷണ ഏജൻസികളുടെ റഡാറിൽ കിടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ പ്രത്യേകിച്ച് ഇവർ അക്രമ സംഭവത്തിലേക്ക് പെട്ടെന്ന് തിരിയില്ല. കാരണം ഇപ്പോൾ അവർക്ക് സേഫായിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലം എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയാണ്. അപ്പോൾ ബോംബിന്റെ പുറത്ത് ഇരിക്കുന്ന ഒരുത്തനും ആ ഇരിക്കുന്നിടത്ത് തീ കൊടുക്കാറില്ല, അല്ലെങ്കിൽ ബോംബ് പൊട്ടിക്കാറില്ല. കാരണം ഈ ബോംബ് അവന് സുരക്ഷിതമായി ഇരിക്കാനൊരു ഇടം വേണ്ടേ. അപ്പൊ അവൻ ബോംബ് ഒക്കെ വെച്ച് അതിന്റെ മുകളിൽ സേഫായിട്ട് ഇരിക്കും. പകരം ഇത് മറ്റുള്ളത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഇനിയിപ്പം മറ്റുള്ളടത്ത് ഉപയോഗിക്കാനുള്ള സ്പേസ് കുറഞ്ഞു വരുന്നു. ഇനിയിപ്പം അവസാന പോരാട്ടം നടക്കേണ്ടത് ദക്ഷിണേന്ത്യയിൽ തന്നെയാണ്. കാരണം കാശ്മീർ ശാന്തമായി കഴിഞ്ഞിരിക്കുന്നു. അവിടെ കൊല്ലപ്പെടുന്ന തദ്ദേശീയരായിട്ടുള്ള ഒരു ഭീകരന് വേണ്ടിയിട്ടും അവിടെ ഒരു ജനക്കൂട്ടവും റാലി നടത്തുന്നില്ല, ഘോഷയാത്രകൾ നടത്തുന്നില്ല. ചത്തടത്ത് തന്നെ കുഴിച്ചിടുകയാണ്. ഇത് പറഞ്ഞത് ഞാനല്ല, നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പബ്ലിക്കായിട്ട് പറഞ്ഞ കാര്യമാണ്. ഇപ്പൊ ഭീകരൻ ചത്ത അവിടെ തന്നെ കുഴിച്ചിടാറുണ്ട്, ഘോഷയാത്ര നടക്കാറില്ല. പണ്ടത്തെ കണക്ക് ഘോഷയാത്രയും കാര്യം അന്ന് ഹനിയ എന്നാണെന്ന് എനിക്ക് തോന്നുന്നു അന്ന് കൊല്ലപ്പെട്ട ഭീകരൻ. 23 വയസ്സേ ഉള്ളൂ, ചെറുപ്പക്കാരൻ. അപ്പം ഈ ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട്, മറ്റൊരു സംസ്ഥാനത്തിലില്ല. അപ്പൊ ഇനി സ്വാഭാവികമായിട്ട് ദക്ഷിണേന്ത്യയിൽ മാത്രമേ ഇവർക്ക് ഈ ഒരു ഭീകര രൂപത്തിലേക്ക് എത്താൻ പറ്റും, പോപ്പുലർ ഫ്രണ്ടിന്റേതായ രീതി. അത് അധികം വൈകില്ല എന്ന് തോന്നുന്നു. കാരണം ഞാൻ പറഞ്ഞില്ല, എത്രയൊക്കെ പറഞ്ഞാലും ഈ ചെന്നൈക്ക് ചെന്നാട് രൂപം പൂണ്ടേ പറ്റും, ആട്ടുംതോലിട്ട് നിൽക്കാൻ പറ്റും, ഒരു പരിധി വരെ പറ്റും. അതാണ് ഇപ്പോൾ മറനീക്കി പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും ഭീകര സംഘടനകളും അപ്പൊ സ്വീപ്പർ സെല്ലുകളും ഒപ്പം തന്നെ മതമൗലികവാദ സംഘടനകളും വിഘടനവാദ സംഘടനകളും ഒക്കെ തന്നെ കേരളത്തിൽ സജീവമാണ്. ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് അറിയുന്ന ഒരു വിവരം, ഔദ്യോഗികമായിട്ട് അല്ല, ഒഫീഷ്യലായിട്ട് ആരും പറഞ്ഞ വിവരമല്ല, ഈ ഹമാസിന് കേരളത്തിലടക്കം സ്വീപ്പർ സെല്ലുകൾ സജീവമാണ്. ഹമാസിന്റെ ആരാധകർ രൂപപ്പെടുത്തിയെടുത്തതാകാം. ഈ ഹമാസിന് വലിയൊരു എന്താ പറയുക, ഒരു പിന്തുണ ഈ പറയുന്ന മതമൗലികവാദികളുടെ ഇടയിലുണ്ട്. അപ്പൊ ഹമാസിനെ ഒരു ഐക്കൺ ആക്കിക്കൊണ്ടാണ് ഈ സംഘടനകളൊക്കെ മുൻപോട്ട് പോകുന്നത്. നിലവിൽ ഇവരൊക്കെ പറയുന്ന ഒരു കാര്യം,
ഇന്ത്യ ഹമാസിനെ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഒന്നും പറയാൻ കഴിയില്ലല്ലോ എന്നാണ് പറയുന്നത്. ശരിയാണ്, നമ്മൾ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷെ പ്രഖ്യാപിക്കുമ്പോൾ അവർക്ക് BJP വിളിച്ചവരുടെയൊക്കെ അവസ്ഥ എന്താകുമെന്ന് കൂടി ഓർക്കുന്നത് നന്നായിരിക്കും. കാരണം അങ്ങനെയാണല്ലോ അത്. അപ്പം ഇതാണ് അതിന്റെ ഒരു അവസ്ഥ. അതായത് കേരളത്തിൽ സജീവമാണ്, ഒരു ഇടവേളയ്ക്ക് ശേഷം അത് മറനീക്കി പുറത്തു വരുന്നു. പോപ്പുലർ നിരോധനത്തിന് ശേഷവും സജീവമാണ് ഈ സ്ലീപ്പർ സെല്ലുകളും വേണ്ടി. ഇപ്പൊ അത് മറനീക്കി പുറത്തേക്ക് വരുന്നു. അത് SDP ആയി പോലും രംഗത്ത് എത്താതെ മാറും. കാരണം അവർക്ക് ITയുടെ റെയ്ഡ് ഇടയ്ക്ക് വന്നായിരുന്നു മലപ്പുറത്ത് അവരുടെ ഓഫീസിലൊക്കെ. അതുകൊണ്ടായിരിക്കാം ഒന്ന് പിന്നാക്കാൻ പോയത്. ആ ഒരു ഇതിലേക്ക് നേരെ സോളിഡാരിറ്റി, പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളും ഈ യഹിയ സിൻവറിന്റെ ചിത്രങ്ങളടങ്ങിയ പ്ലക്കാർഡുകളുമായി രംഗത്തെത്തുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. അടുത്ത ഒരു വിപത്ത്, ഇന്നെ തന്നെ ജമാഅത്ത് ഇസ്ലാമി ഒരു വലിയ വിപത്താണ് എന്ന് നമ്മുടെ രാജ്യം തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായി. അവരെ ഘട്ടം ഘട്ടമായി പലതും നിരോധിച്ച് വരികയാണ്. അധികം വൈകാതെ ഈ കടയിൽ പൂട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു ബിജുട്ടാ.